തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇനി മറ്റു വാർത്തകളിലേക്കൊന്ന് പോയാൽ, ഈ പുതിയ AKG സെൻറ്റർ ഉദ്ഘാടനം ഇന്ന് വൈകിട്ടാണല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ, വെങ്കടേഷ്. എന്തായാലും തിരുവനന്തപുരം ഇന്ന് വലിയൊരു പരിപാടിയാണ് CPM സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ AKG സെൻറ്ററിൻ്റെ മുന്നിൽ തന്നെയാണ്. 9 നിലകളാണ് ഈ AKG സെൻറ്ററിന് ഉള്ളത്. അതിവിശാലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് പുതിയ AKG സെൻറ്റർ CPM നിർമ്മിച്ചിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ AKG സെൻറ്റർ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി പ്രവർത്തകർക്ക് തുറന്ന് നൽകും എന്നുള്ളതാണ്. MA ബേബി ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ വിജയരാഘവൻ, അതുപോലെ തന്നെ AK ബാലൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ, കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അതിവിപുലമായിട്ടുള്ള പരിപാടിയായി തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് CPM പ്രവർത്തകർ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കമ്മിറ്റി ചേരാനുള്ള, അതായത് യോഗങ്ങൾ ചേരാനുള്ള ഹാള്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുള്ള താമസമുറികൾ, ഇങ്ങനെ 9 നിലകളുള്ള 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ കെട്ടിടം സമുച്ചയം അല്ലെങ്കിൽ പുതിയ AKG സെൻറ്റർ പണിതിരിക്കുന്നത്. തൊട്ട് മുന്നിൽ AKGയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ഇങ്ങനെ വിപുലമായിട്ടുള്ള വിവിധ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വെങ്കടേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് UDF പ്രവേശനം ഉറപ്പാക്കാൻ കോൺഗ്രസ് നേതൃത്വവുമായുള്ള PV അൻവറിന്റെ നിർണായക ചർച്ച തന്നെയാണ്. എന്തൊക്കെയായിരിക്കും ഇന്ന് പ്രധാന അജണ്ട എന്നുള്ളത്? പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ നേതാവും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരാണല്ലോ പങ്കെടുക്കുന്നത്. ഇച്ചിരി കഷ്ടപ്പെട്ടാലും അൻവർ കാര്യം നേടിയെടുത്തു അല്ലേ റിനു? തീർച്ചയായും. കാരണം ഈ നിലമ്പൂർ ഇലക്ഷൻ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ അൻവറിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ UDF കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നിലവിൽ കേരളത്തിലെ നേതാക്കൾ കൂടി സംസാരിച്ച് ചർച്ച ചെയ്തതിന് ശേഷം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്നിപ്പോൾ VD സതീശൻ്റെ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് രാവിലെ 11 മണിക്ക് അൻവറുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ്. ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉരുത്തിരിയും എന്നുള്ളതാണ് കൃത്യമായി നോക്കിക്കാണേണ്ടത്. എന്തായാലും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. വെങ്കടേഷ്, നിലവിൽ രാവിലെ 11 മണിയോടുകൂടി അൻവർ ഇവിടേക്ക് എത്തും. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനുമായിരിക്കും ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക. യെസ്, അതുപോലെ തന്നെ റിനു, പുതിയ ചീഫ് സെക്രട്ടറിയെ ഇന്നറിയാമല്ലേ? അപ്പോൾ ഡോക്ടർ A ജയതിലകനാണ് സാധ്യതയെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകുമല്ലേ റിനു? തീർച്ചയായും. അതായത് നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ കാലാവധി ഈ മാസം 30-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ചീഫ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റാണ്. ആ കാലാവധി കഴിയുന്നതിന് മുമ്പുള്ള ഈ ക്യാബിനറ്റിൽ പുതിയ ചീഫ് സെക്രട്ടറിയെ എടുക്കണം എന്നുള്ളതാണ്. എന്തായാലും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിന് തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഒപ്പം ശാരദാ മുരളീധരന് പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദവി, അതായത് വിരമിച്ചതിന് ശേഷം സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനത്ത്, സാധാരണഗതിയിൽ IAS IPS ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ അത്തരമൊരു സൗകര്യം സംസ്ഥാന സർക്കാർ ഒരുക്കി നൽകാറുണ്ട്. ശാരദാ മുരളീധരനും, കാരണം സംസ്ഥാന സർക്കാരിന് അത്ര വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ഏറ്റവും വേണ്ടപ്പെട്ട ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഥാനത്തേക്ക് ശാരദാ മുരളീധരനെ അവരോധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. വെങ്കടേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ആശാപ്രവർത്തകർക്ക് പ്രതീക്ഷ വേണോ എന്നുള്ള കാര്യമാണ്. ആശാപ്രവർത്തകരുടെ സമരം ഇന്ന് 73-ാം ദിവസത്തിൽ എത്തി നിൽക്കുക കൂടിയാണ്. അപ്പോൾ പുതിയ ഘട്ടമായി പുതിയൊരു സമരമുറ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശമാർ. തീർച്ചയായും. കാരണം 73, അതുപോലെ തന്നെ 35 നിരാഹാര സമരം ആരംഭിച്ചിട്ട് 35 ദിവസം, സമരം ആരംഭിച്ചിട്ട് 73-ാം ദിവസം എന്നിങ്ങനെയാണ്. ഇപ്പോൾ പല മന്ത്രിസഭാ യോഗങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു മന്ത്രിസഭാ യോഗം. ഈ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം അവർ വലിയ സമര പരിപാടി സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളം
സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടിക്കാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. 5-ാം തീയതി മുതൽ ആരംഭിക്കുകയും ചെയ്തു. അത്തരമൊരു സമരം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടുന്നത്. ആര്യ, ശരി, അത് തന്നെയാണ് സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം പ്രധാനമായും ആശാ വർക്കർമാർക്ക് കേരളം ഒട്ടാകെ സമരം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ